ഹലോ എവരിവൺ. കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ ഓഫ് എ ഡയറക്ടർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, എന്താണ് ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെയാണ്. നമുക്കിപ്പോൾ ക്ലാസ്സിലേക്ക് എടുക്കാം അല്ലേ. ഒരു ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിക്ക് സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇതിനെ നമ്മൾ ഡിൻ എന്നും വിളിക്കാറുണ്ട്. ഇവിടെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിർബന്ധമായിട്ടും കമ്പനിയിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സബ്മിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഒരു ഡയറക്ടർക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ ക്വാളിറ്റീസും കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് അല്ലാത്ത ഒരു വ്യക്തിയാണ് അയാളെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൈമാറുക. സോ ഇവിടെ ഓരോ വ്യക്തിക്കുമുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരൊറ്റ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറേ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. ആപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെക്ഷൻ 153 ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ഡയറക്ടർ ആവാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി കമ്പനിയിൽ നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു വിവരമാണല്ലേ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്കലി ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ കമ്പനീസ് ആക്ടിൽ പ്രിസ്ക്രൈബ് ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും മീറ്റപ്പ് ചെയ്തിട്ട് എലോങ് വിത്ത് എ ഫീ ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഓരോ ഡയറക്ടറുടെയും ഐഡൻറ്റിറ്റീനെ കാണിക്കുന്ന ഒരു നമ്പറാണ്. ഈ നമ്പർ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പോകുന്ന വ്യക്തി സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്തത് അലോട്ട്മെൻറ്റ് ഓഫ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെക്ഷൻ 154 ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണല്ലോ ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഡിൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദെൻ പ്രൊഹിബിഷൻ ടു ഒബ്റ്റെയിൻ മോർ ദാൻ 1 ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെക്ഷൻ 155 ഒരു വ്യക്തിക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മതി അല്ലേ. ഇപ്പോൾ നമുക്കൊക്കെ ആധാറിലെ നമ്പർ ഉള്ളതുപോലെ അവിടെ ഓരോ വ്യക്തിക്കുമുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്താണ്, യുണീക്കാണ്. അതുപോലെ തന്നെ ഡയറക്ടർക്ക് ഉണ്ടാകുന്ന ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഒരു വ്യക്തിക്ക് ഒരൊറ്റ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറേ ഉണ്ടാവാൻ പാടുള്ളൂ. മോർ ദാൻ 1 ഡിൻ ഉണ്ടാകുന്ന ആ കേസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന സെക്ഷനാണ് 155. ഓൾറെഡി ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കയ്യിലുള്ളൊരു വ്യക്തി പിന്നെയും ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. സോ ഒരു വ്യക്തിക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മാത്രം മതി. അയാൾ ഒന്നിലധികം ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. ദെൻ ഡയറക്ടർ ടു ഇൻറ്റിമേറ്റ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെക്ഷൻ 156 ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിവരം അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അയാൾ കമ്പനിക്ക് കൈമാറേണ്ടതുണ്ട്. സോ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഡയറക്ടർ ആ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഡിനെ റിസീവ് ചെയ്തിട്ട് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് കമ്പനിയിലെ ഓരോ ഡയറക്ടേഴ്സിനും ഉണ്ടാവേണ്ട നിർബന്ധമാക്കിയിട്ടുള്ള ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇവിടെ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഒരു ഡയറക്ടർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യും. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പനിക്ക് മുന്നാകെ ഈ ഒരു ഡയറക്ടർ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറേ ഉണ്ടാവുള്ളൂ. ഓൾറെഡി ഒരു ഡിൻ ഉള്ളൊരു വ്യക്തി പിന്നെയും ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. കമ്പനിക്ക് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഡയറക്ടർ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ ആ ഒരു വിവരം അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ രജിസ്ട്രാറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. സോ സെക്ഷൻ 157 കമ്പനി നിർബന്ധമായിട്ടും ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഡയറക്ടേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിവരം
കമ്പനി രജിസ്ട്രാറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസേഴ്സിനെയോ അതോറിറ്റീനെയോ ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രകാരം അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഫീയും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി if a company failed to furnish director identification number before the expiry of the period specified under section 403 with additional fee, the company shall be punishable with a fine which shall not be less than 25,000 rupees but which may extend to 1 lakh rupees, and every officer of the company who is in default shall be punishable with a fine which shall not be less than 25,000 rupees but which may extend to 1 lakh rupees. ഇവിടെ ഈ ഒരു സെക്ഷൻ പ്രകാരം അല്ലെങ്കിൽ ഇതിൽ പ്രിസ്ക്രൈബ് ചെയ്തതുപോലെ ഒരു കമ്പനി ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എക്സ്പയറി തീരുന്നതിന് മുന്നേ, അതായത് 15 ദിവസത്തിന് മുന്നേ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ, അതായത് 25,000 rupees മുതൽ 1,00,000 രൂപ വരെ പിഴയടയ്ക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിഫോൾട്ടിന് കൂട്ടുനിന്നിട്ടുള്ള മറ്റ് ഓഫീസേഴ്സും ഇതുപോലെ തന്നെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. 25,000 rupees മുതൽ 1 lakh rupees വരെ അവരും ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം കമ്പനി നിർബന്ധമായിട്ടും ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ ആ വിവരം കമ്പനി രജിസ്ട്രാറെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അതോറിറ്റീസിനെയോ അറിയിക്കേണ്ടതായിട്ടുണ്ട്. As per Companies Act 2019, if any company failed to furnish DIN, such a company shall be liable to a penalty of 25,000 rupees and in case of continuing failure with a further penalty of 100 rupee for each day after the first during which such failure continues, subject to maximum 1 lakh rupees. And every officer of the company who is in default shall be liable to a penalty not less than 25,000 rupees and in case of a continuing failure, further penalty 100 rupees per day and which may extend to 1 lakh rupees. ഇവിടെ പറയുന്നത് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ടിൽ 2019 അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത് ഏതെങ്കിലും കമ്പനി ഡിന്ന് ഫർണിഷ് ചെയ്യാൻ, അതായത് രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 25,000 rupees മുതൽ 1 lakh വരെ ആ ഒരു ഫൈൻ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഈ ഒരു ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഓരോ ദിവസവും അവർ 100 രൂപ വീതം പിഴ അടയ്ക്കേണ്ടതായിട്ടും വരും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള എല്ലാ ഓഫീസേഴ്സും ഇത്തരത്തിൽ പിഴ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്കും 25,000 rupees മുതൽ 1 lakh വരെ പിഴയടയ്ക്കേണ്ടതായിട്ട് വരും. ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഓരോ ദിവസവും അവർ 100 രൂപ വീതം പിഴയടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ കമ്പനി നിർബന്ധമായിട്ടും ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ രജിസ്ട്രാറെയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റീസിനെയോ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ ഒബ്ലിഗേഷൻ ടു ഇൻഡിക്കേറ്റ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെക്ഷൻ 158 കമ്പനിയുടെ ഒബ്ലിഗേഷനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. Every person or a company, while furnishing any return, information or a particulars as are required to be furnished under this Act, shall mention the director identification number in such return, information or particulars in case such return, information or particular relate to the director or contain any reference of any director. ഇപ്പോൾ ഏതെങ്കിലും പേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയോ ഇപ്പം രജിസ്ട്രാർ എടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ഈ ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് കമ്പനി ഡയറക്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ആണല്ലേ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യുന്ന റിട്ടേൺസിൽ ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ടുള്ള നോക്കുക, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജീരിയൽ പേഴ്സണൽ ആൻഡ് ദർ ഷെയർ ഹോൾഡിംഗ്. സെക്ഷൻ 170 പ്രകാരം കമ്പനി ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ കീ മാനേജീരിയൽ പേഴ്സണലിൻ്റെയും ഷെയർ ഹോൾഡിംഗ് എത്രയാണ് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡയറക്ടേഴ്സിനും കീ മാനേജീരിയൽ പേഴ്സണലിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റെക്കോർഡ്സുകൾ കമ്പനിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 170 പറയുന്നുണ്ട്. നോക്കാം. എവറി കമ്പനി ഷാൾ കീപ്പ് അറ്റ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് എ രജിസ്റ്റർ കണ്ടെയ്നിങ് ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജീരിയൽ പേഴ്സണൽ വിച്ച് ഷാൾ ഇൻക്ലൂഡ് ദ ഡീറ്റെയിൽസ് ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഈച്ച് ഓഫ് ദം ഇൻ ദ കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് സബ്സിഡറി ഓഫ് കമ്പനീസ് ഹോൾഡിംഗ് കമ്പനി ഓർ അസോസിയേറ്റ് കമ്പനീസ്. കമ്പനിയുടെയോ അല്ലെങ്കിൽ കമ്പനീൻ്റെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സണൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർ എത്ര പോർഷനാണ് അല്ലെങ്കിൽ എത്ര ഷെയർസ് അവരുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു വിവരം രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം.
Then a return containing the particulars of appointment of directors or key managerial personnel and a change therein shall be filed with the registrar along with the required fees within 30 days of such a appointment or a change as the case may be. നമുക്കറിയാം ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. കാരണം കമ്പനീൻ്റെ ഓൾ ഇൻ ഓൾ അവരായിരിക്കും. കമ്പനീൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും എല്ലാത്തിലും അപ്രൂവൽ കൊടുക്കുന്നതൊക്കെ അവരാണ്. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ രജിസ്ട്രാറെ കീ മാനേജറിയൽ പേഴ്സണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ അപ്പോയിൻമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു വിവരം അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെയോ കീ മാനേജറിയൽ പേഴ്സണെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വിവരം റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോയിൻമെൻറ്റ് നടത്തി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എലോങ് വിത്ത് എ ഫീ ഈ ഒരു വിവരം ഫയൽ ചെയ്യണം. Then registrar shall be open for inspection during business hours. Members shall have a right to take extracts therefrom and copies thereof on a request by the members be provided to them free of cost within 30 days. കമ്പനി രജിസ്ട്രാർ എടുത്ത് നമ്മൾ ഈ ഒരു കാര്യം റിട്ടേൺ ചെയ്താൽ അല്ലെങ്കിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ പുതിയ അപ്പോയിൻമെൻറ്റ് നടന്നതാണല്ലോ, അപ്പോൾ അതിന് രജിസ്ട്രാർക്ക് ഇൻസ്പെക്ഷന് വരാനായിട്ട് സാധിക്കും. സോ ഡ്യൂറിങ് ബിസിനസ് ഹവേഴ്സ് രജിസ്ട്രാർക്ക് ഇൻസ്പെക്ഷന് കമ്പനിയിലേക്ക് വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു രജിസ്ട്രാർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് കമ്പനിയിലെ മെമ്പേഴ്സ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ വിത്തിൻ 30 ഡേയ്സ് അതിൻ്റെ കോപ്പി അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട്. ദെൻ ദ രജിസ്റ്റർ ഷാൾ ഓൾസോ ബി കെപ്റ്റ് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ അറ്റ് എവറി ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ആൻഡ് ഷാൾ ബി മെയ്ഡ് ആക്സസിബിൾ ടു എനി പേഴ്സൺ അറ്റൻഡിങ് ദ മീറ്റിംഗ്. കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പം ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു മെമ്പറിനും ഇൻസ്പെക്റ്റ് ചെയ്യാൻ, അതായത് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കീ മാനേജറിയൽ പേഴ്സണൽസിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള രജിസ്റ്റർ ഓപ്പൺ ആയിരിക്കണം. അതായത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതൊരു പേഴ്സൺ വേണമെങ്കിലും ആ രജിസ്റ്റർ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓഫ് ഇൻസ്പെക്ഷൻ ഈസ് റിഫ്യൂസ്ഡ് ഓർ എ കോപ്പി ഈസ് നോട്ട് സെൻഡ് വിതിൻ 30 days, then the registrar shall on an application made to him order immediate inspection and supply of copies required there under. ഇൻ കേസ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ആ ഒരു രജിസ്റ്റർ അവിടെ പ്രസൻ്റ് അല്ല, ഇൻസ്പെക്ഷന് റിഫ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വിത്തിൻ 30 days അതിൻ്റെ കോപ്പി മെമ്പർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ഇടപെട്ടിട്ട് അല്ലെങ്കിൽ കമ്പനിക്ക് ഓർഡർ കൊടുക്കാനായിട്ട് സാധിക്കും. രജിസ്ട്രാർ ഇടപെട്ടിട്ട് ഇത്തരത്തിൽ ആ ഒരു രജിസ്റ്ററിൻ്റെ കോപ്പീസ് മെമ്പേഴ്സിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും. ദെൻ ഇഫ് എ കമ്പനി കോൺട്രാവീൻസ് എനി ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് for which no specific punishment is provided, company and every officer of the company who is in default shall be punishable with a fine which shall not be less than 50,000 rupees but may extend to 5 lakh rupees. കമ്പനി ഡയറക്ടേഴ്സിൻ്റെയും കീ മാനേജറിയൽ പേഴ്സണൽസിൻ്റെയും അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അത്തരം വിവരങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള രജിസ്റ്റർ ഓപ്പൺ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുമ്പം ആ ഒരു റെക്കോർഡ് എല്ലാവർക്കും ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അല്ലേ. അപ്പം അങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിന് എതിരായിട്ട് കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ കീ മാനേജറിയൽ പേഴ്സണൽസിൻ്റെ ഷെയർ ഹോൾഡിങ്ങിനെയും അപ്പോയിൻമെൻറ്റിനെയും ഒക്കെ കാണിക്കുന്ന രജിസ്റ്റർ കമ്പനി കീപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അത് ഇൻസ്പെക്റ്റ് ചെയ്യാൻ എല്ലാ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും മെമ്പേഴ്സിന് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സെക്ഷൻ 170 ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ടൈറ്റിലേക്ക് പോവാം. പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 179 ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കമ്പനീൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ പവേഴ്സും ഒരു കമ്പനി ഡയറക്ടർക്ക് ഉണ്ടായിരിക്കും. അയാൾ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിലപ്പം ഓതറൈസേഷൻ കൊടുക്കുന്നത് ഇത്തരത്തിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ ഒക്കെ ആയിരിക്കും. നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണല്ലേ. കമ്പനിക്ക് ഒറിജിനലായിട്ടൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കമ്പനി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡീലിങ്ങുകൾ നടത്തുന്നതൊക്കെ കമ്പനി സീൽ വഴിയായിരിക്കും അല്ലേ. അപ്പോൾ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഡയറക്ടറാണ് ഇത്തരത്തിലുള്ള ഡീലിങ്സ് ഒക്കെ നടത്തുക. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഓതറൈസേഷൻ ആണോ അല്ലെങ്കിൽ ആ കമ്പനിക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണോ ആ അധികാരങ്ങളൊക്കെ ഡയറക്ടർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം കമ്പനിയുടെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ജനറൽ മീറ്റിങ്ങിൽ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അതൊഴികെ ബാക്കി എന്തൊക്കെ അധികാരങ്ങൾ കമ്പനിക്കുണ്ടോ അതൊക്കെ ഈ ഒരു ഡയറക്ടർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 179 പ്രകാരം കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസ് പ്രകാരമോ അല്ലെങ്കിൽ മെമ്മറാണ്ടത്തിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ നടപ്പിലാക്കാനുള്ള എക്സസൈസ് ചെയ്യാനുള്ള ഒരു അധികാരം ഡയറക്ടർക്കുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ കമ്പനിക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ ആ ഒരു അധികാരങ്ങളൊക്കെ ഡയറക്ടർക്ക് ഉണ്ടായിരിക്കും. ഇനി ചില അധികാരങ്ങൾ മാത്രം ഷെയർ ഹോൾഡേഴ്സിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ജനറൽ മീറ്റിങ്ങിൽ റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ. കമ്പനി ഡയറക്ടേഴ്സ് ആണല്ലേ കമ്പനിയുടെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പവേഴ്സൊക്കെ കൂടുതലായിട്ടും വെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ടേഴ്സിൻ്റെ കയ്യിലായിരിക്കും. സോ അവർക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരിക്കും, പവർ ഉണ്ടായിരിക്കും അല്ലേ. സോ കമ്പനീൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഡയറക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പലപ്പോഴും മാനേജ് ചെയ്യുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മറ്റു കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവർ രൂപീകരിച്ചിട്ടുള്ള ഡയറക്ടർ കമ്മിറ്റിയിലേക്ക് അധികാരം ഡെലിഗേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഇവിടെ മാനേജിംഗ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ മാനേജറിനോ അതോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കമ്മിറ്റിക്കൊക്കെ ഇത്തരത്തിൽ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. So the board of directors of a company shall exercise the following powers on behalf of the company by means of resolution passed at the meeting of the board, namely. ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. ടു മേക്ക് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മണി അൺപെയ്ഡ് ഓൺ ദിയർ ഷെയർസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൾ മണി കളക്ട് ചെയ്യുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ സമയമാകുമ്പോൾ കമ്പനിക്ക് ഫണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പം ഇത്തരത്തിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള കോൾ മണി കോൾ ചെയ്യാനുള്ള അധികാരം ഡയറക്ടേഴ്സിനാണ്. ദെൻ ടു ഓതറൈസ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 68. കമ്പനി സ്വന്തം ഷെയർസ് തന്നെ തിരിച്ചു വാങ്ങുകയാണല്ലേ ബൈബാക്ക് ഓഫ് ഷെയർസിലൂടെ. അപ്പോൾ ഈ ഒരു കേസിൽ സെക്ഷൻ 68 പ്രകാരം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഷെയർസ് ബൈബാക്ക് ചെയ്യാനുള്ള അധികാരവും ഡയറക്ടേഴ്സിനാണ്. ദെൻ ടു ഇഷ്യൂ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡിബഞ്ചേഴ്സ് വെദർ ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കുള്ളിലോ പുറത്തോ കമ്പനിക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനോ ഒക്കെ ഉള്ളൊരു അധികാരവും കമ്പനി ഡയറക്ടേഴ്സിനാണ്. ദെൻ ടു ബോറോ മണി. കമ്പനീൻ്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ബോറോ ചെയ്യണമെങ്കിൽ കടം വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഒരു അധികാരവും ഡയറക്ടേഴ്സിനാണ്. കാരണം ഇത്തരത്തിൽ ലോൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുമ്പോഴോ ഡയറക്ടേഴ്സിൻ്റെ സിഗ്നേച്ചർ ആവശ്യമാണ് അല്ലെങ്കിൽ ഡയറക്ടറുടെ ഓതറൈസേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ടു ഇൻവെസ്റ്റ് ദ ഫണ്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫണ്ട്സ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഡയറക്ടേഴ്സിൻ്റെ ഓതറൈസേഷൻ വേണം. ദെൻ ടു ഗ്രാൻഡ് ലോൺസ് ഓർ ഗീവ് ഗ്യാരണ്ടി ഓർ പ്രൊവൈഡ് സെക്യൂരിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ലോൺസ്. കമ്പനി ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനിക്ക് പണം ആവശ്യമുണ്ട്, കമ്പനി ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് ഗ്യാരണ്ടി ചെയ്യാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും ലോൺസ് ഗ്രാൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അധികാരം ഡയറക്ടർക്കാണ്. ദെൻ ടു അപ്രൂവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ ബോർഡ്സ് റിപ്പോർട്ട്. നമുക്കറിയാം കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ റിപ്പോർട്ടൊക്കെ നമ്മൾ ആനുവൽ റിട്ടേൺ ഒക്കെ നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഓതറൈസ് ചെയ്യുന്ന വെരിഫൈ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഡയറക്ടറായിരിക്കണം. ദെൻ ടു ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഓഫ് ദ കമ്പനി. കമ്പനി അതിൻ്റെ ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് കരുതുക. അതേപോലെ തന്നെ അതിൻ്റെ ബിസിനസ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഈ ഒരു ഡയറക്ടറാണ്. ദെൻ ടു അപ്രൂവ് അമാൽഗമേഷൻ, മെർജർ ഓർ റീകൺസ്ട്രക്ഷൻ. കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമാൽഗമേഷനും മെർജറും അതുപോലെ തന്നെ അതിൻ്റെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ടറാണ്. ഡയറക്ടറുടെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി അമാൽഗമേഷനും മെർജേഴ്സ് ഒക്കെ നടക്കുകയുള്ളൂ. ദെൻ ടു ടേക്ക് ഓവർ കമ്പനി ഓർ അക്വയർ ദ കൺട്രോളിംഗ് ഓർ സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്ക് ഇൻ അനദർ കമ്പനി. കമ്പനീൻ്റെ ടേക്ക് ഓവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അക്വിസിഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഓതറൈസേഷൻ കൊടുക്കേണ്ടത് കമ്പനി ഡയറക്ടറാണ്. ദെൻ എനി അതർ മാറ്റർ വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ്. കമ്പനി ലോ പ്രകാരമോ അല്ലെങ്കിൽ കമ്പനീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ മെൻഷൻ ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് മാറ്റേഴ്സ് ഓതറൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് ഡയറക്ടറാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. കമ്പനീൻ്റെ ഡയറക്ടേഴ്സിന് മേജർ ആയിട്ടുള്ള റോൾസ് ആണുള്ളത് അല്ലേ. കമ്പനീൻ്റെ വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്, അതിന് ഓതറൈസേഷൻ കൊടുക്കേണ്ടത് കമ്പനി ഡയറക്ടറാണ്. അപ്പോൾ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബാക്കി മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക ഈ ഒരു ഡയറക്ടറാണ്. ഓക്കെ, ഇനി ചില സാഹചര്യങ്ങളിൽ കമ്പനി ഡയറക്ടർക്ക് നേരിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് നടത്തിയിട്ട് അതിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് മാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 180 ഈ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു ലീസ്, സെൽ ഓർ ഡിസ്പോസ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ അണ്ടർടേക്കിംഗ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ഒരു ഭാഗം
സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ അതും അല്ലെങ്കിൽ ലീസിന് കൊടുക്കാനോ ഒക്കെ ഓതറൈസേഷൻ ഉള്ളത് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിനാണ്. എന്ന് വെച്ചാൽ കമ്പനി നടത്തുന്ന മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഡയറക്ടർക്ക് നേരിട്ട് ഇതിന് സാങ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ദെൻ അടുത്ത കേസിൽ ടു റെമിറ്റ് ഓർ അലോ മോർ ടൈം ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് എനി ഡെപ്റ്റ് ഡ്യൂ ബൈ എ ഡയറക്ടർ. കമ്പനി ഡയറക്ടർ ഡ്യൂ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റിന് കൂടുതൽ സമയം അനുവദിച്ച് കൊടുക്കാനൊക്കെ ഇത്തരത്തിൽ ജനറൽ മീറ്റിങ്ങിലൂടെ പാസ് ചെയ്യുന്ന റെസൊല്യൂഷനിലൂടെ സാധിക്കുകയുള്ളൂ. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇടപെട്ടിട്ട് വേണം ഇത്തരത്തിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ. Then to borrow in excess of the paid up capital and free reserve of the company. കമ്പനീൻ്റെ ഫ്രീ റിസർവ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അധികമായിട്ട് കമ്പനീൻ്റെ കയ്യിലുള്ള ക്യാപിറ്റലിനെ ബോറോ ചെയ്യാനുള്ള അധികാരവും ഈ ഒരു റെസൊല്യൂഷനിലൂടെ പാസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ദെൻ ടു ഇൻവെസ്റ്റ് ദ മണി റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ഇറ്റ് ആസ് എ റിസൾട്ട് ഓഫ് എനി മെർജർ ഓർ അമാൽഗമേഷൻ ഇൻ ദ സെക്യൂരിറ്റീസ് അതർ ദാൻ ദി അപ്രൂവ്ഡ് ട്രസ്റ്റ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ കമ്പനി അമാൽഗമേഷൻ നടത്തിയപ്പോഴോ അല്ലെങ്കിൽ മെർജ് ചെയ്തപ്പോഴോ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള കോമ്പൻസേഷൻ എമൗണ്ട്, അതായത് മറ്റൊരു കമ്പനി നമ്മളെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള കോമ്പൻസേഷൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതൊക്കെ ഇത്തരത്തിൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടായിരിക്കും. Then to donate to the charitable purpose an amount exceeding 5% of the average net profit of the company for the last 3 years. കമ്പനി ഡൊണേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളിലെ പ്രോഫിറ്റിൻ്റെ 5% ഡൊണേഷൻ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഈ ജനറൽ മീറ്റിങ്ങിലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കമ്പനി ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി ഏതൊക്കെ കേസുകളിലാണ് ഡയറക്ടർക്ക് നേരിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഡയറക്ടർക്ക് അധികാരമില്ലാത്ത കേസുകൾ എന്തൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സ് ഇടപെട്ടിട്ട് ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. പവേഴ്സ് ഓഫ് ഡയറക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. അപ്പം കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്, അത് നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത ടൈറ്റിലേക്ക് പോവാം, ഡയറക്ടേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. കമ്പനിക്ക് റിയൽ ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല, അതായത് കമ്പനി ഒരു ഒറിജിനൽ പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു ഡയറക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ പേരിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഈ ഒരു ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ ആയിരിക്കും, ഉത്തരവാദിയായിരിക്കും എന്ന് പറയാം. ഓക്കെ, നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസും അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടീസുമാണ്. സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നോക്കുക. ഫസ്റ്റ് വൺ, ടു വെരിഫൈ ദ ട്രൂത്ത്നെസ് ഓഫ് എ പ്രോസ്പെക്ടസ് ടു ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനി. കമ്പനി ഇഷ്യൂ നടത്തുമ്പം പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്തായാലും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം അല്ലേ. അങ്ങനെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എത്രത്തോളം റെഡിയാണ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് ഈ ഒരു കമ്പനി ഡയറക്ടറാണ്. അപ്പോൾ അത് കമ്പനി ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. നിർബന്ധമായിട്ടും ഡയറക്ടർ വെരിഫൈ ചെയ്തിട്ടുള്ളൊരു പ്രോസ്പെക്ടസ് മാത്രമേ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. നമ്മൾ പല ക്ലാസ്സുകളിൽ ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കമ്പനീൻ്റെ പ്രോസ്പെക്ടസിൽ സ്റ്റേറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് കമ്പനീൻ്റെ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് മിനിമം ഇത്രയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സിലേക്ക് അലോട്ട്മെൻറ്റിലേക്കൊക്കെ കമ്പനിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ പ്രോസ്പെക്ടസിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യണം. ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ തീരുമാനിക്കുന്നത് കമ്പനി ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ ടു സീ ദാറ്റ് ദ ഷെയർസ് ആർ നോട്ട് അലോട്ടഡ് അൻറ്റിൽ ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ സബ്സ്ക്രൈബ്ഡ് ഫോർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസ് മിനിമം സബ്സ്ക്രിപ്ഷനിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റ് ഒന്നും നടത്താൻ പറ്റില്ല അല്ലേ. സോ അലോട്ട്മെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടാണ് ഒരു കമ്പനി അലോട്ട്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ ടു സീ ദാറ്റ് ദ മണി റിസീവ്ഡ് ഫ്രം ആപ്ലിക്കൻസ് ഫോർ ഷെയർസ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് അണ്ടിൽ ദ സർട്ടിഫിക്കറ്റ്സ് ടു കമൻസ് ബിസിനസ്സസ് ഒബ്റ്റൈൻഡ്. കമ്പനിക്ക് ബിസിനസ് കമൻസ് ചെയ്യണമെങ്കിൽ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് കിട്ടണം അല്ലേ. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ കമ്പനി റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണി, അതായത് ഷെയർസിന് മേലെ കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ മണി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. Then to see that the application money received from those applicants who have not been allotted any shares is returned. നമ്മൾ പറഞ്ഞിരുന്നു ഷെയർസ് ഒക്കെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനെ പിരിച്ചുവിടണം അല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണി കമ്പനി റീഫണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് റീഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും വെരിഫൈ ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ടു പർച്ചേസ് ആൻഡ് പേ ഫോർ ദെയർ ക്വാളിഫിക്കേഷൻ ഷെയർസ് വിത്ത് ദ സ്പെസിഫൈഡ് ടൈം. കമ്പനി ഡയറക്ടേഴ്സിന്
ക്വാളിഫിക്കേഷൻ ഷെയർസ് ഉണ്ടായിരിക്കണം അല്ലേ? അതായത് നമ്മൾ ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ ആയിരിക്കണം എന്ന് പഠിച്ചൊരു കേസിൽ അയാൾ എത്ര ഷെയർസ് എങ്കിലും മിനിമം ഹോൾഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൊക്കെയാണ് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ ഡയറക്ടറും ഹോൾഡ് ചെയ്യേണ്ട നമ്പർ ഓഫ് ഷെയർസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഷെയർസ് വാങ്ങുന്നതും അതുപോലെ തന്നെ അതിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതും വിത്തിൻ ദ ടൈം നടപ്പിലാക്കേണ്ടതുണ്ട്. സോ അതും ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ടു സീ ദാറ്റ് ദ പ്രോപ്പർ അക്കൗണ്ട്സ് ആർ കെപ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ടുഗെദർ വിത്ത് ദ ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. കമ്പനിയുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സിന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ കൂടെ ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ടു കീപ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, കമ്പനീൻ്റെ മെമ്പേഴ്സിൻ്റെ അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ഡയറക്ടർക്കാണ്. Then to send to the registrar notice of conversion of shares into stock or consolidation or division of shares. കമ്പനീൻ്റെ ഒരു നിശ്ചിത ഭാഗം ഷെയർസിനെ സ്റ്റോക്കാക്കി മാറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസ് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യേണ്ടതും ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ടു കൺവീൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ടതും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്തേണ്ടതും ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത് ഡയറക്ടറായിരിക്കും. ദെൻ ടു സെൻഡ് ടു ദ രജിസ്ട്രാർ കോപ്പീസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റെസൊല്യൂഷൻ, ഓരോ മീറ്റിങ്ങിലും പാസ് ചെയ്യുന്ന റെസൊല്യൂഷൻസ്, അതിപ്പം ഓർഡിനറി റെസൊല്യൂഷൻ ആയാലും സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയാലും അതിനൊക്കെ കോപ്പി കമ്പനി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. Then to see that the share certificate and share warrants are kept for delivery. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറണ്ടൊക്കെ ഡെലിവറിക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതും ഈ ഒരു ഡയറക്ടറാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് അവർ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ടിനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ വാങ്ങിയിട്ടുള്ള ഷെയർസിനെ കാണിച്ചുകൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണതല്ലേ. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഉറപ്പാക്കേണ്ടത് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ടു കീപ്പ് രജിസ്റ്റർ ഓഫ് മോർഗേജ് ആൻഡ് ചാർജസ്, മോർഗേജ് ലോണും ചാർജസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ടത് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. Then to give all the necessary informations and explanation to the auditors during the course of audit. കമ്പനി ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഓഡിറ്റേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യേണ്ടതും ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓഡിറ്റേഴ്സ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ എക്സ്പ്ലനേഷനും ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഡയറക്ടറാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇതാണ്, ടു സബ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഡ്യൂറിങ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. കമ്പനി അവസാനിപ്പിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതും ഈ ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസ് ആയിരുന്നു. അപ്പോൾ നിയമപ്രകാരം എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിൽ കമ്പനീൻ്റെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പം അത് വെരിഫൈ ചെയ്യേണ്ടതും അതുപോലെ തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഡിറ്റർമൈൻ ചെയ്യേണ്ടതും മിനിമം സബ്സ്ക്രിപ്ഷനിൽ എത്തിയപ്പോഴാണ് കമ്പനി അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പാക്കേണ്ടതൊക്കെ ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ കമ്പനി റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. ദെൻ ഡയറക്ടർ ഹോൾഡ് ചെയ്യേണ്ട നിശ്ചിത എണ്ണം ഷെയർസ്, അതായത് ക്വാളിഫിക്കേഷൻ ഷെയർസ് വിതിൻ ദ സ്പെസിഫൈഡ് ടൈം അയാൾ വാങ്ങിയിട്ടുണ്ടായിരിക്കണം, അതിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ കമ്പനീൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രോപ്പർ ആണോ അതൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് മുന്നാകെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ടതും ദെൻ ഷെയർസിനെ സ്റ്റോക്കാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസ് രജിസ്ട്രാർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതും ആനുവൽ ജനറൽ മീറ്റിങ്ങും ഓർഡിനറി ജനറൽ മീറ്റിംഗും ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടതും ദെൻ എക്സ്ട്രാ ഓർഡിനറി റെസൊല്യൂഷൻ്റെയും സ്പെഷ്യൽ ഓർഡിനറി റെസൊല്യൂഷൻ്റെയും ഒക്കെ കോപ്പീസ് രജിസ്ട്രാർക്ക് അയക്കേണ്ടതും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെയും സെക്രട്ടറിയുടെയും ഒക്കെ രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യേണ്ടതും ദെൻ ഷെയർ വാറൻസും ഷെയർ സർട്ടിഫിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്യാൻ റെഡി അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത്. ദെൻ മോർഗേജസ് ആൻഡ് ചാർജസിൻ്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ നെസസറി ഇൻഫർമേഷൻസും എക്സ്പ്ലനേഷനും ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഓഡിറ്റർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കമ്പനീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വൈൻഡിങ് അപ്പ് സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ ഈ ഒരു ഡയറക്ടറുടെ സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസാണ്, അതായത് നിയമപ്രകാരമുള്ള ഡ്യൂട്ടീസാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ശരിക്കും ഡയറക്ടർക്ക് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുമ്പം അദ്ദേഹം വളരെയധികം കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ സ്കില്ലും അതുപോലെ തന്നെ അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കമ്പനീനോട് അവർ
ഒരു വിശ്വാസയോഗ്യത പുലർത്തുന്നവരായിരിക്കണം. ആൻഡ് ദി മസ്റ്റ് യൂസ് ദ കമ്പനീസ് പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കമ്പനി. ഒരിക്കലും ഒരു ഡയറക്ടർ അയാളുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കമ്പനീൻ്റെ അസറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. കമ്പനീൻ്റെ അസറ്റുകളൊക്കെ എന്താണ്, കമ്പനീൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ജനറൽ ഡ്യൂട്ടീസ് സെക്ഷൻ 166 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജനറൽ ഡ്യൂട്ടീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ജനറൽ ആയിട്ടുള്ള നിയമങ്ങളാണ്. ഫസ്റ്റ് വൺ നോക്കുക, ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ഒബ്ജക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ കമ്പനീൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും കമ്പനീൻ്റെ താല്പര്യത്തിനും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത്. ദെൻ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷോൾ എക്സസൈസ് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് ഡ്യൂ ആൻഡ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഇന്റലിജൻസ് ആൻഡ് ഷോൾ എക്സസൈസ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഓരോ ഡയറക്ടറും അയാളുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസ് അയാൾ പ്രവർത്തിക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ അയാൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് വേണം. അയാളുടെ ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റിലായിരിക്കണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. ഇനി തേർഡ് പോയിന്റ് നോക്കുക, എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹി മേ ഹാവ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ഓർ പോസിബിളി മേ കോൺഫ്ലിക്റ്റ് വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് എതിരായിട്ട് ഉള്ള യാതൊരുവിധ കാര്യങ്ങളിലും ഒരു ഡയറക്ടർ നേരിട്ടോ അല്ലാതെയോ എൻഗേജ്ഡ് ആവാൻ പാടില്ല. അയാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, കമ്പനീൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ കമ്പനീൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഡയറക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എതിരായിട്ടുള്ള യാതൊരുവിധ കോൺഫ്ലിക്റ്റുകളിലും ഡയറക്ടർ നേരിട്ടോ അല്ലാതെയോ ഭാഗമാവാൻ പാടില്ല. ദെൻ എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ നോട്ട് അച്ചീവ് ഓർ അറ്റംപ്റ്റ് ടു അച്ചീവ് any undue gain or advantage either to himself or to his relatives, partners or associates, and if such director is found guilty of making any undue gain, he shall be liable to pay an amount equal to that gain to the company. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടർ എന്ന് പറയുന്ന പേഴ്സൺ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ആരുടേതാണ്, കമ്പനിയുടേതാണ്. ഒരിക്കലും കമ്പനിയിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇയാൾ ശ്രമിക്കാൻ പാടില്ല. സോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത്, മറിച്ച് കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഡയറക്ടർ അയാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടോ അസോസിയേറ്റ്സിന് വേണ്ടിയിട്ടോ ഒന്നും ഒരു ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, സോ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഡയറക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനിയുടെ ഒരു മെമ്പറാണല്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അയാൾക്ക് അയാളുടേതല്ലാത്തൊരു ലാഭവും കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. Then a director of a company shall not assign his office and any assignment so made shall be void. ഡയറക്ടർ അയാളുടെ ഓഫീസും അല്ലെങ്കിൽ അയാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസൈൻമെൻറ്റ്സോ ടാസ്കൊന്നും മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം അസൈൻമെൻറ്റ് എന്താണ്, വോയിഡ് ആയിട്ടാണ് കണക്കാക്കുക. അതിന് യാതൊരുവിധ വാലിഡിറ്റിയും ഉണ്ടായിരിക്കില്ല. Then if a director of the company contravenes the provision of this section, such a director shall be punishable with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സർട്ടൻ പ്രൊവിഷൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, ഇതിനെതിരായിട്ടാണ് ഏതെങ്കിലും ഡയറക്ടർ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം 6 പോയിന്റ്സ് ആണ് ജനറൽ ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത് അല്ലേ. കമ്പനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഡയറക്ടർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ദെൻ കമ്പനിക്ക് എതിരായിട്ടുള്ള യാതൊരുവിധ കോൺഫ്ലിക്റ്റുകളിലും ഈ ഒരു ഡയറക്ടർ ഭാഗമാവാൻ പാടില്ല. അതേപോലെ തന്നെ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സിനോ പാർട്ട്നേഴ്സിനോ ഒന്നും വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്നൊരു അൺഡ്യൂ ഗെയിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പാടില്ല. ദെൻ ഡയറക്ടർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസും അതേപോലെ തന്നെ ഓഫീസും ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഡയറക്ടറാണ്. അത് മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ദെൻ ഇതിനൊക്കെ എതിരായിട്ടൊരു വ്യക്തി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് ഡ്യൂട്ടീസും കൂടി 2013 കമ്പനീസ് ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഡയറക്ടർ ടു ലേ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ അപ്രൂവൽ ആൻഡ് അഡോപ്ഷൻ ഫോർ ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡർ. സെക്ഷൻ 129 ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. കമ്പനി ജനറൽ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം അല്ലേ. അതുകൊണ്ട് തന്നെ ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ് ഇത്തരത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. Then the directors should ensure that there being a proper system with regard to the provisions of all applicable laws and such systems were adequate and operating effectively. കമ്പനി ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിലെ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റം
ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും അത് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ സെക്ഷൻ 134 ഈ ഒരു കാര്യം പറയുന്നത്. ദെൻ ബോർഡ് ഓഫ് എവറി കമ്പനി ഷാൾ എൻഷുവർ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ആസ് ആർ ഇൻക്ലൂഡഡ് ഇൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി ഓഫ് ദ കമ്പനി ആർ അണ്ടർടേക്കൺ ബൈ ദ കമ്പനി. കമ്പനീൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ഈ ഒരു ഡയറക്ടറാണ്. ഓക്കെ, സെക്ഷൻ 135 CSRുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ എവറി ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എ കോൺട്രാക്ട് വിത്ത് ദ കമ്പനി. അതേപോലെ തന്നെ ഓരോ ഡയറക്ടറും പോസ്റ്റ് ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ ഷെയർസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ തന്നെ അയാൾക്ക് കമ്പനിയുമായിട്ട് എന്ത് കോൺട്രാക്റ്റ് ആണോ ഉള്ളത് എന്നത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതും ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. സെക്ഷൻ 184 ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 194 എ ഡയറക്ടർ ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം എൻഗേജിങ് ഓൺ ഫോർവേഡ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഓഫ് കമ്പനി. കമ്പനീൻ്റെ ഷെയർസ് ഫോർവേഡ് ഡീൽ ചെയ്യുന്നതിൽ നിന്നും കമ്പനി ഡയറക്ടേഴ്സിനെ വിലക്കുന്നുണ്ട്. അതായത് ഫോർവേഡ് ഡീലിങ്സ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സ്പോട്ട് പ്രൈസിൽ എന്ത് ചെയ്യാണ്, ഷെയർസ് വാങ്ങാനുള്ള എഗ്രിമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കമ്പനീൻ്റെ ഷെയർസ് തന്നെ ഫോർവേഡ് ഡീൽ ചെയ്യുന്നതിൽ നിന്നും ഡയറക്ടേഴ്സിനെ വിലക്കുന്നുണ്ട്. Then the board is responsible for appointment of whole-time managerial person of a company. The terms and conditions for the appointment, including the remuneration. കമ്പനിയിൽ ഒരു ഹോൾ ടൈം കീ മാനേജറിയൽ പേഴ്സണലിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതേപോലെ തന്നെ റെമ്യൂണറേഷൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ the board is responsible for appointing first auditors and the issuance of the notice in connection with holding board meeting and general meeting. കമ്പനിയിൽ ഫസ്റ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ മീറ്റിംഗ് നടത്തുമ്പോൾ ബോർഡ് മീറ്റിംഗ് ആയാലും ജനറൽ മീറ്റിംഗ് ആയാലും ആ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടതും ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു അല്ലേ. അതിൽ ഡ്യൂട്ടീസിൽ തന്നെ സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസ് ഉണ്ട്, ജനറൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിന് പുറമെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പം ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവിടെ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അപ്രൂവൽ കൊടുക്കേണ്ടതും അതേപോലെ തന്നെ കമ്പനി പ്രൊവിഷൻസ് ഒക്കെ പ്രകാരം തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് എന്ന് വെരിഫൈ ചെയ്യേണ്ടതും. ദെൻ CSRൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് കമ്പനീസ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതും. ദെൻ കമ്പനിയിൽ ഹോൾ ടൈം മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഹോൾ ടൈം മാനേജറിയൽ പേഴ്സണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും റെമ്യൂണറേഷനും ഫിക്സ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതും മീറ്റിംഗ് നടത്തുമ്പോൾ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടതൊക്കെ ഈ ഒരു ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു, ജനറൽ ഡ്യൂട്ടീസ് പറഞ്ഞു, റെസ്പോൺസിബിലിറ്റീസും പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പോയിൻറ്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം പ്രാധാന്യമുള്ള 2 ഏരിയാസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ഡ്യൂട്ടീസും. ഓക്കെ, അപ്പോൾ നല്ലോണം ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.